പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് ഗുഡ്സ് ഓട്ടോ മോഷണം പോയി. ഇളനീർ കച്ചവടം നടന്ന കൃഷ്ണന്റെ ഓട്ടോറിക്ഷയാണ് ആരോ അടിച്ചുകൊണ്ട് മാറ്റിയത്. കഴിഞ്ഞ ദിവസം ഡിപ്പോയിൽ നിന്ന് KSRTC ബസ് കടത്തിക്കൊണ്ടുപോയിരുന്നു. അവിടെ പിന്നെ ഇത് ചെറിയൊരു കാര്യം. ഷാരിഖ് നവാസ് ആയിരുന്നു പാലക്കാട് നിന്ന്. പറയൂ ഷാരിഖ്, ഗുഡ് മോർണിംഗ്. ഷാരിഖ് പറയൂ. എസ്കെൻ, ഇന്നലെ പുലർച്ചെയാണ് ഇത് പാലക്കാട് നിന്ന് ഒരു KSRTC ബസ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. എന്നിട്ട് അത് പാലക്കാട് നഗരത്തിലെ മന്നക്കുളം മംഗളം ടവറിൽ ഉപേക്ഷിച്ചു പോയി മോഷ്ടാവ്. അത്തരത്തിൽ വലിയ കൗതുകമുണർത്തുന്ന വാർത്തയാണ് ഇന്നലെ പാലക്കാട് നഗരത്തിൽ ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ വൈകിട്ട്, അതായത് ഇത്തരത്തിൽ ഒരു കരിക്ക് വിറ്റ് ഉപജീവനം നടത്തുന്ന കൃഷ്ണൻ എന്ന ആളുടെ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയാണ് മോഷ്ടിച്ചു പോയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. തമിഴ്നാട് ഭാഗം കേന്ദ്രീകരിച്ചാണ്, തമിഴ്നാട്ടിലേക്ക് ഈ ഓട്ടോ പോയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഈ DPO റോഡ്, അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ തൊട്ടടുത്ത് നിന്നാണ് ഈ ഓട്ടോ മോഷണം പോയിരിക്കുന്നത്. അപ്പോൾ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നിന്നാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ, അതായത് ഗൂഡ്സ് ഓട്ടോറിക്ഷ മോഷ്ടിച്ചിട്ട് പോയിട്ടുള്ളത്. എന്തായാലും പോലീസ് ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം. എന്തായാലും ഇത് ഒന്നില്ലെങ്കിൽ ഉക്കടം ഭാഗത്ത്, അതായത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ഈ വാഹനം പൊളിച്ചു വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉക്കടത്ത്. അത്തരത്തിലായിരിക്കോ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇത് ഈ ഓട്ടോറിക്ഷ വിൽക്കാനോ മറ്റോ ആണോ ലക്ഷ്യമെങ്കിൽ അത്തരത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് 2 കേസുകളിലാണ് അന്വേഷണം നടത്തുന്നത്. ഒന്ന് KSRTC ബസ് മോഷ്ടിച്ച് കൊണ്ടുപോയിട്ട് ആളിനെ തേടുകയാണ് വ്യാപകമായിട്ടും. അതുപോലെ തന്നെ ഈ ഗൂഡ്സ് ഓട്ടോറിക്ഷ മോഷ്ടിച്ച ആളെ കുറിച്ചും 2 കേസുകളിൽ പോലീസ് വ്യാപകമായി അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം രണ്ടും ഒരേ ദിവസം തന്നെ ഇത്തരത്തിൽ വ്യാപകമായ മോഷണമാണ് പാലക്കാട് നഗരത്തിൽ, അതായത് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം ഇതിനടുത്താണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മോഷണം വ്യാപകമായതിനെ കുറിച്ച് പോലീസിനിടയിൽ വലിയ ആശങ്ക പടരുന്നുണ്ട്. അത്തരത്തിൽ എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്, ശക്തമാക്കിയിട്ടുണ്ട്. SKN. താങ്ക് യു ഷാരിഖ് നവാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.